പാഠപ്രവർത്തനങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഇതിൽ രണ്ട് കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. ഒന്ന് മാലി, രണ്ടാമത്തത് മുലാരിയാണ്. മാലി ആണെങ്കിലും മുലാരി ആണെങ്കിലും നമ്മൾ ഇതിൽ പഠിക്കുന്ന ബേസിക് ആയിട്ടുള്ള കാര്യം മൂന്നിലധികമോ ഉള്ള കാര്യങ്ങൾ എങ്ങനെ പറയാം എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ പറയണം അവർ 3 പേരും പോകുന്നു അല്ലെങ്കിൽ 3 പേര് പോയി എന്നൊക്കെയുള്ള കാര്യങ്ങൾ എങ്ങനെ പറയാം എന്നുള്ളതാണ്. അത് സ്ത്രീ ആണെങ്കിൽ ഗേൾസ് റിലേറ്റഡ് ആണെങ്കിൽ മുഅന്നത്ത് എന്ന് പറയും, ബോയ്സ് റിലേറ്റഡ് ആണെങ്കിൽ മുദക്കർ എന്ന് പറയും. അതിൽ തന്നെ മുദക്കർ 1 ആണെങ്കിൽ വാഹിദാണ്, 2 ആളുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ മുസന്ന എന്ന് പറയും, 3 ആളുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് ജം ആണ്. ഒരാളുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ വാഹിദ്, 2 ആളുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ മുസന്ന, 3 ആളുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ജംപ്. ഇത് 2 ടൈപ്പ് ഉണ്ട്. നമ്മൾ പറഞ്ഞ പോലെ ബോയ്സ് റിലേറ്റഡ് ആണെങ്കിൽ മുദക്കർ എന്ന് പറയും, ഗേൾസ് റിലേറ്റഡ് ആണെങ്കിൽ മുഅന്നത്ത് എന്ന് പറയും. ഈ പാഠത്തിൽ നമ്മൾ പഠിക്കുന്നത് മുദക്കറാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ മാലിയായ ഫീൽ, അത് ഈ പാഠത്തിൽ നമുക്ക് കാണാൻ കഴിയും. മാലിയായ ഫീൽ ഖറജ, കാന, സഅല, റഅ, വസല എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഇവിടെ 3-ലധികം ആളുകളുണ്ട്. ജുനൈദിൻ്റെ വലിയ സഹോദരൻ, ജുനൈദിൻ്റെ ചെറിയ സഹോദരൻ, ജുനൈദിൻ്റെ ഉപ്പ, ടോട്ടൽ 4 പേര് ഇതിലുണ്ട്. അപ്പോൾ നമുക്ക് ഒരിക്കലും മാലി പിന്നെ ഒന്നിനെ കുറിച്ച് പറയുന്ന മാലിയായ ഫീൽഡ് നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. ഇനി 4 പേരുള്ളതുകൊണ്ട് തന്നെ 2ഉം നമുക്ക് യൂസ് ചെയ്യാൻ കഴിയില്ല. അങ്ങനെ ആകുമ്പോൾ പിന്നെ നമുക്ക് അവിടെ യൂസ് ചെയ്യാൻ കഴിയുന്നത് 3 ആളുകളെ അല്ലെങ്കിൽ അതിൽ കൂടുതലോ പറയുന്ന ഫീൽഡാണ്. ഇതിന് ജം എന്നാണ് പറയാം. ഓക്കെ, ഇവിടെ ഖറജ, കാന, സഅല, റഅ, വസല എന്നുള്ള മാലിയായ ഫീൽഡുകൾ കാണാൻ കഴിയും. സ്വാഭാവികമായിട്ടും ഇത് ഈ പാഠത്തിൽ 4 ആണുങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഖറജ എന്നുള്ളത് മാത്രം ഉപയോഗിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഖറജ എന്നുള്ളത് മാത്രം ഉപയോഗിക്കാൻ കഴിയില്ല. കാരണം 2 ആളാവേ ഉള്ളൂ. 4 ആളാവണമെങ്കിൽ എന്ത് വേണം? ജംപ് ആവണം. ആണുങ്ങളായതുകൊണ്ട് ജംപ് മുദക്കർ. അപ്പോൾ മാലിയായ ഫീലിൽ നിന്നുള്ള ജംപ് മുദക്കറാണ് നമ്മൾ പഠിക്കുന്നത്. തൊട്ടതായ മുലാരിയായ ഫീലിൽ നിന്നുള്ള ജംപ് മുദക്കർ നമ്മൾ പഠിക്കുന്നുണ്ട്. ഈ മാലിയായ ഫീലിൽ നിന്നും മുലാരിയായ ഫീലിൽ നിന്നും ആകെയുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ മാലിയായ ഫീൽ വാവും അലിഫും കൊണ്ട് തീരും. മുലാരിയായ ഫീൽ തീരണമെങ്കിൽ വാവും നൂനും വേണം. രണ്ടിലും വാവ് നിർബന്ധമാണ്. ഒന്നിൽ അലിഫാണ്, ഒന്നിൽ അലിഫിന് പകരം നൂന വരുന്നത്. ഓക്കെ, അത്ര വ്യത്യാസമുള്ളൂ. അപ്പോൾ അത് നിങ്ങളൊന്ന് നോക്കുക. ഖറജു, കാനു, സഅലു, റഅ, വസലു കുല്ലു അഫ്ആലു മാദിയ ലിൽ ജംഇ മുദക്കർ. യഅമലൂന, യസ്കൂന, യുസല്ലിമൂന, യസ്തരീബൂന കുല്ലു അഫ്ആലു മാദിയ ലിൽ ജംഇ മുദക്കർ. അത്രയേ ഉള്ളൂ. അതൊന്ന് നിങ്ങൾ മനസ്സിലാക്കി വായിച്ച് നോക്കുക. സർഫാക്കുന്ന സമയത്ത് ഇപ്പോൾ ഖറജ, ഖറജു, കാന, കാനു താഴെ വരുന്നുണ്ട്. ഇനി യഅമലു, യഅമലാനി, യഅമലൂന, പിന്നെ അങ്ങനെ താഴെ വരുന്നത് നമുക്ക് നോക്കാം. ഇനി മാലിയായ ഫീൽ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു പാസ്റ്റാണ്, ഭൂതകാലം, കഴിഞ്ഞു പോയ കാര്യത്തെക്കുറിച്ച് പറയാനാണ് മാലി ഉപയോഗിക്കുക. ഇന്നലെ കഴിഞ്ഞു പോയ കാര്യം അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ കുറച്ച് നേരത്തെ ചെയ്തു കഴിഞ്ഞ കാര്യങ്ങളൊക്കെ മാലിയാണ്. എന്നാൽ മുലാരി എന്ന് പറഞ്ഞാൽ ഭാവി വർത്തമാനകാലം, പ്രസൻറ്റ് ടെൻസ് എന്ന് പറയും നമുക്ക് തൽക്കാലം. മുലാരി എന്ന് പറഞ്ഞാൽ പ്രസൻറ്റ് ടെൻസാണ്. പ്രസൻറ്റ് ടെൻസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, നിങ്ങൾ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ്.